ദ ഓസ്കാർസ്. ഒരു സിനിമയ്ക്ക് ലഭിക്കാവുന്ന വൺ ഓഫ് ദ പ്രസ്റ്റീജിയസ് അവാർഡ്. ഈവൻ ദോ നമ്മുടെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ പല കാറ്റഗറീസിലായി പലർക്കും ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഓസ്കാർ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇറ്റ്സ് സ്റ്റിൽ മിസ്സിംഗ്. പലർക്കുമുള്ളൊരു തെറ്റിദ്ധാരണയാണ് ഇന്ത്യക്ക് വേണ്ടി ഈ സ്ലം ഡോഗ് മില്യനെയറിന് ഓസ്കാർ ലഭിച്ചില്ല എന്ന്. എന്നാൽ സത്യത്തിൽ അതൊരു ഇന്ത്യൻ പശ്ചാത്തലത്തിലെടുത്ത ഒരു ഫോറിൻ ഫിലിമാണ്, ഒരിക്കലും ഒരു ഇന്ത്യൻ സിനിമയല്ല. സോ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ഇന്ത്യൻ സിനിമകൾക്ക് ഓസ്കാർ ലഭിക്കുന്നില്ല? അതിനുവേണ്ടി ഇനി എന്താണ് ചെയ്യേണ്ടത്? സത്യത്തിൽ എങ്ങനെയാണ് ഒരു പടത്തിന് ഓസ്കാർ ലഭിക്കുന്നത്? ഇതെല്ലാത്തിനെയും പറ്റി ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് ഡീപ്പായി നോക്കാം. അതിനു മുമ്പ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം, സിനിമ TV സീരീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാൻ ഇനിയും ഇതുപോലുള്ള കിടിലൻ വീഡിയോസുമായി ഉടനെ തന്നെ വരുന്നതാണ്. സോ ഇന്ത്യയിൽ നിന്ന് അവസാനമായി ഫോർ എ ഫിലിം ഓസ്കാറിന് വേണ്ടി നോമിനേറ്റ് ചെയ്തത് ലഗാനാണ്. അത് ഏകദേശം 2002. അതെന്താ, ലഗാന് ശേഷം നല്ല പടങ്ങളൊന്നും ഇറങ്ങിയില്ല? അഫ്കോഴ്സ് ഉണ്ട്. പിന്നെന്താണ് ഇപ്പോഴും ഓസ്കാർ കിട്ടാത്തത്? ഇതിനെയൊക്കെ പറ്റി എല്ലാം അറിയുന്നതിന് മുമ്പ് ഓസ്കാറിന്റെ ആ ഒരു പ്രോസസ് അല്ലെങ്കിൽ ഓസ്കാർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇന്ത്യയിൽ ഒരു പ്രൊഡ്യൂസറിന് അദ്ദേഹത്തിന്റെ സിനിമ ഓസ്കാർ അടിക്കാൻ പൊട്ടൻഷ്യൽ ഉണ്ട് അല്ലെങ്കിൽ ഓസ്കാർ വെറുതെയാണെന്ന് തോന്നിയാൽ ആദ്യം അവര് FFI ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യക്ക് ആ ഒരു സിനിമ അയക്കും. ആൻഡ് ഈ FFI എന്ന് പറയുന്നത് ഒരു ഫിലിം സെലക്ഷൻ കമ്മിറ്റിയാണ്. പിന്നീട് ആ ഫെഡറേഷനിലുള്ളവർ ആ ഒരു സിനിമ കണ്ടതിന് ശേഷവും അത് അനലൈസ് ചെയ്തതിന് ശേഷം അതിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള സിനിമകളിൽ ബെസ്റ്റ് ഏതാണോ അതിനെ US ഫിലിം അക്കാഡമിയിലോട്ട് അയക്കുന്നു. അവിടെ എത്തിയതിനു ശേഷം ഈ ഒരു സിനിമയുടെ എലിജിബിലിറ്റി ഇവർ ചെക്ക് ചെയ്യും. അതായത് ഈ ഒരു സിനിമയ്ക്ക് ഓസ്കാറുമായി ബന്ധപ്പെട്ട റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന്. അതിനുശേഷം ഈ ഒരു സിനിമ ഓക്കെ ആണെങ്കിൽ, അതായത് ഈ ഒരു ഓസ്കാറുമായി ബന്ധപ്പെട്ട എലിജിബിലിറ്റിയും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ ഈ ഒരു സിനിമേനെ ഓസ്കാറിന് വേണ്ടി അയക്കുകയാണ്. ആൻഡ് ഓസ്കാറിന് വേണ്ടി ഇതാണൊരു ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതിനുശേഷം ഓസ്കാറിന് വേണ്ടിയുള്ള ഒഫീഷ്യൽ അക്കാഡമി പോർട്ടലിലോട്ട് ഈ ഒരു ഫിലിമിനെ അയക്കുന്നു. അവിടെ വെച്ചാണ് ഈ ഓസ്കാർ അക്കാഡമിയിലുള്ള പല മെമ്പേഴ്സ് ഈ ഒരു സിനിമേനെ കാണുകയും അവർക്കത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർ ഈ സിനിമേനെ വോട്ട് ചെയ്യുകയും ചെയ്യുന്നത്. പിന്നീട് ആ ഒരു വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള സിനിമകളെ വീണ്ടും ഒരു 15 സിനിമകൾ അടങ്ങുന്ന ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. പിന്നെ നമ്മുടെ റീസെന്റ് ആയിട്ടുള്ള ഹോം ബൗണ്ട് എന്ന് പറയുന്ന സിനിമ ഈ ഒരു 15 ഫിലിംസിന്റെ ഷോർട്ട് ലിസ്റ്റിൽ വന്നായിരുന്നു. ആൻഡ് അതിനുശേഷം വീണ്ടും ഇത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് 5 സിനിമകളായി ചുരുങ്ങുന്നു. ആൻഡ് ഈ 5 എണ്ണത്തിൽ നിന്നാണ് ഒരു സിനിമയ്ക്ക് ഓസ്കാർ ലഭിക്കുന്നത്. നമ്മുടെ 2002 ലഗാൻ എന്ന് പറയുന്ന സിനിമ ഇതുപോലത്തെ ഈ ഒരു ഫൈനൽ 5 ഷോർട്ട് ലിസ്റ്റിൽ വന്നായിരുന്നു. ഈ ഒരു ഫൈനൽ 5 വരുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. മൊത്തത്തിൽ ഇന്ത്യയിൽ നിന്ന് ആകെപ്പാടെ 3 സിനിമകളാണ് ഈ ഒരു ഫൈനൽ 5 വന്നിട്ടുള്ളത്. അതിൽ ലാസ്റ്റായി വന്നത് 2002 ലഗാൻ എന്ന് പറയുന്ന സിനിമ. അതിനു മുമ്പ് സലാം ബോംബെ 1988 തോന്നുന്നു. അതിനു മുമ്പ് മദർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഫിലിം. സോ ഓസ്കാർ നേടാനുള്ള കാരണങ്ങൾ പലതാണ്. അതിനെപ്പറ്റി പറഞ്ഞാൽ ഒന്നാമത്തേത് ക്വാളിറ്റി ഓഫ് കണ്ടന്റ്, വിച്ച് ഈസ് ഓഫ് കോഴ്സ് നമ്മുടെ സിനിമകൾക്ക് ഉള്ളൊരു കാര്യമാണ്. രണ്ടാമതെന്ന് പറയുന്നത് പബ്ലിസിറ്റി അല്ലെങ്കിൽ മാർക്കറ്റിംഗ്. സപ്പോസ് ഒരു സിനിമ ഓസ്കാറിന് വേണ്ടി ക്വാളിഫൈ ആയെന്ന് വെച്ചോ, ഈ ഒരു സിനിമേനെ ആ അക്കാഡമിയിൽ വോട്ട് ചെയ്യുന്ന എല്ലാവരും കാണണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമേനെ വെച്ച് ഹൈ മാർക്കറ്റിംഗും വലിയ ക്യാമ്പയിൻസും ഒക്കെ നടത്തും. എന്തിനു വേണ്ടി? കൂടുതൽ റീച്ച് കിട്ടാൻ വേണ്ടി. പലതരം ഫെസ്റ്റിവലില് സ്ക്രീനിങ്ങിലൂടെ ക്യാമ്പയിൻസ് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ ഓസ്കാർ ഒഫീഷ്യൽസിന്റെ മുമ്പേ സിനിമയെ എത്തിക്കാൻ ശ്രമിക്കുന്നു. ഒരു സിനിമ ഓസ്കാറിന് വേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെട്ടാൽ അതിന്റെ മാർക്കറ്റിങ്ങിനും ക്യാമ്പയിനിങ്ങിനും വേണ്ടി ഒരുപാട് പൈസ ചെലവിടേണ്ടി വരും. എന്തിനു വേണ്ടി? ഈ ഒരു ക്രിട്ടിക്സിന്റെ ഒക്കെ കണ്ണിൽപ്പെടുത്താൻ വേണ്ടി. അത് കാരണമാണ് ഓസ്കാറിന് വേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെട്ട പല സിനിമകളെ ബേസ് ചെയ്ത് ഒരുപാട് ക്യാമ്പയിൻസും പ്രീമിയർ ഇവന്റ്സും ഒക്കെ നടക്കുന്നത്. എന്താ പറയാ, കഴിഞ്ഞ വർഷം തന്നെ അനോറ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കാണ് ബെസ്റ്റ് ഫിലിമിന് ഓസ്കാർ ലഭിച്ചത്. ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഏകദേശം 18 മില്യൺ എന്തോ ആണ്. ഈ ഒരു സിനിമ ഓസ്കാറിന് വേണ്ടി മാർക്കറ്റിംഗ് നടത്തിയത് ഏകദേശം ഈ ഒരു സിനിമയുടെ 3 ഇരട്ടി ബഡ്ജറ്റ് വെച്ചാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. മാത്രമല്ല ഈ ഒരു സിനിമയെ പറ്റി ഒരുപാട് കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ നടന്നായിരുന്നു. ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല, അതുകൊണ്ട് അതിനെപ്പറ്റി അധികം പറയുന്നില്ല. സോ ഓസ്കാർ അടിക്കാൻ വേണ്ടി സിനിമയുടെ ക്വാളിറ്റി മാത്രം പോരാ, കുറച്ച് പൈസ ചെലവുള്ള കാര്യം കൂടിയാണ്. ഇനിയുള്ള അടുത്തൊരു ചോദ്യം, ഇന്ത്യൻ ഫിലിംസിന് എപ്പോഴെങ്കിലും ഓസ്കാർ കിട്ടുമോ എന്നാണ്. അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് തന്നെ അറിയാം, ഉറപ്പായിട്ടും കിട്ടും, ഇപ്പോഴല്ലെങ്കിൽ ഭാവിയിൽ. ഓസ്കാറിനെ പറ്റി പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓസ്കാർ ലഭിച്ചില്ല എന്ന് കരുതി
ഒരിക്കലും ഒരു സിനിമ മോശമാണെന്നല്ല. അതുപോലെ തന്നെ ഓസ്കാർ ലഭിച്ച പല സിനിമകളും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ആവണമെന്നുമില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ സിനിമേനെ ഞാൻ കാണുന്നത് എന്റർടൈൻമെന്റിന്റെ ഒരു ഭാഗമായിട്ടാണ്. അല്ലാതെ ഒരു സിനിമയ്ക്ക് ഓസ്കാർ ആണ് ഏറ്റവും വലിയ മികച്ച അവാർഡ്, അല്ലെങ്കിൽ ഓസ്കാർ കിട്ടിയാലേ ഒരു സിനിമ മികച്ചതാവൂ എന്നൊന്നുമല്ല. എന്താ പറയാ, നമ്മുടെ മമ്മൂക്കയുടെ തന്നെ ബ്രഹ്മയുഗം ഇപ്പോ ഒരു സ്ക്രീനിങ്ങിൽ കാണിച്ചായിരുന്നു. ഈ ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ ഒരിക്കലും ഓസ്കാറിന് വേണ്ടി നോമിനേറ്റ് ചെയ്തതെന്നുമല്ല, ബട്ട് അതിനൊരു മാസ് ഓഡിയൻസ് അപ്രൈസൽ ലഭിച്ചു. സത്യത്തിൽ ഈ ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് വന്നൊരു സിനിമ ഇത്രയും വലിയ വേദി പ്രദർശിപ്പിച്ചത് തന്നെ വലിയൊരു കാര്യമാണ്. സോ ഐ ഹോപ്പ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഓസ്കാറുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ പല ഡൗട്ടുകളും തീർത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും ഇനിയും ഒരുപാട് ഡൗട്ടുകൾ നിങ്ങൾക്ക് കാണും. അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞാൻ ഉറപ്പായിട്ടും ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആവാം, പക്ഷേ അത് നിങ്ങളുടേത് മാത്രമായിരിക്കണം, നിങ്ങളുടേത് മാത്രം. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.